ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത്, അതായത് നാട്ടിലുള്ള പൂവേടി. എനിക്ക് പറയാൻ പറ്റത്തോന്നറിയില്ല, ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ അടിച്ചു പോകും, പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനത് മെമ്പർഷിപ്പിലിടും. അപ്പോൾ എന്താന്ന് വെച്ചാൽ, നാട്ടിൽ പേര് കേട്ട ഒരു പെണ്ണ്, അതായത് അവൾ ഇങ്ങനെയാണ്, അവൾ പോക്ക് കേസാണ് എന്നൊക്കെ പറഞ്ഞ പെണ്ണ് സ്വന്തം ഏട്ടനെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് അവൾ നിന്നെ വളക്കാൻ ശ്രമിക്കുമ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് പല രീതിയിൽ സാരി എടുക്കുക, അതിൻ്റെ മുമ്പിൽ മാത്രം വേറെ വേഷം കിട്ടുക. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ എന്നെ പോലുള്ള ഒരു പെണ്ണ് നിങ്ങളടുത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മറ്റേ പൂച്ചയെ മീനിന്റെ മുമ്പിൽ വെച്ച് ക്ഷമ പരീക്ഷിക്കുന്നത് പോലെയാകും. എത്താന്ന് വെച്ചാ സഹിക്കാം, കഴിയുന്നതും പൊടിച്ചു നിൽക്കും. പക്ഷെ കൺട്രോള് പോയി കഴിഞ്ഞാൽ പൂച്ചയുടെ സ്വഭാവം മാറും, ആ മീനിനെ വെട്ടി കീറി കൊന്ന് കഴിച്ചു കളയും. അതേപോലെ ആയിരുന്നു എൻ്റെ അവസ്ഥയും. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം, നിങ്ങളെ പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താന്ന് വെച്ചാല്, എനിക്കൊരു ഏട്ടൻ ഉണ്ടായിരുന്നു. ഏട്ടന്റെ പേര് സുധി എന്നായിരുന്നു, എൻ്റെ പേര് വിഷ്ണു എന്നും. അപ്പോൾ എൻ്റെ ഏട്ടന് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കറുത്തിട്ടും നല്ല തടിച്ചിട്ടുമായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടന് പെണ്ണ് കിട്ടാത്തതാണ്. അങ്ങനെ പെട്ടെന്ന്, പക്ഷെ നമ്മളെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ക്യാഷ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്യാഷുള്ള കുടുംബത്തിലായിരുന്നു നമ്മൾ. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 4 കാറെങ്കിലും മിനിമം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ടെൻഷൻ ഇല്ലാത്തത് എന്നെ കുറിച്ച് ഓർത്തിട്ടാണ്. കാരണം ഞാൻ അത്യാവശ്യം കളർ കുറവാണെങ്കിലും എനിക്ക് ഗേൾ ഫ്രണ്ട്സ്, അതായത് പെണ്ണുങ്ങൾ ക്യൂ ആയിരുന്നു. എന്താന്ന് എനിക്കറിയത്തില്ല, എന്നെ കാണുമ്പോൾ തന്നെ നമ്മുടെ സിദ്ധുവിന്റെ കൂടെ ഒരു ആടിന്റെ കൂടിൽ ഒരു പെൺകുട്ടിയെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഇവളാണ്. ഇവളാ നാട്ടിലെ ഏറ്റവും വലിയ പോക്ക് കേസാണ് എന്നൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവേ, എൻ്റെ ഏട്ടന് പറ്റിയ കൂട്ടായിരുന്നു. എൻ്റെ ഏട്ടന് ഒട്ടും കുറവല്ലായിരുന്നു. കാരണം എൻ്റെ ഏട്ടന് സൗന്ദര്യം ഇല്ലെന്നില്ല, എൻ്റെ ഏട്ടൻ കാശ് കൊടുത്ത് ഇതുപോലുള്ള പണിക്ക് കുറേ വട്ടം പോയി പിടിച്ചൊക്കെ ഒരു പയ്യനായിരുന്നു. അത് ഇവൾക്ക് അറിയായിരിക്കും, ഇവളെ കുറിച്ചും അറിയായിരിക്കും. രണ്ടുപേരും പൊരുത്തപ്പെട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും. അങ്ങനെ രണ്ടുപേരും ഇഷ്ടത്തോടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം ഒരു 3 മാസം നേരെ ഉണ്ടായിരുന്നു. ഒരു 4ാമത്തെ മാസം മുതൽ ഇവൾക്ക് ഏട്ടനോടും വലിയ താല്പര്യമില്ല, ഏട്ടൻ ഇവളോടും വലിയ താല്പര്യമില്ല. ഏട്ടൻ എവിടേക്കോ പോവും, ഇവളാണെങ്കിൽ എന്നെ വായി നോക്കിയിരിക്കും. ഞാനാണെങ്കിൽ ഇവളെ മൈൻഡ് പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. കാരണം എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, ഇവൾ അതുപോലത്തെ പെണ്ണാണ്. അപ്പോൾ നമ്മൾക്കൊരു നാണക്കേടല്ലേ. ഞാൻ അങ്ങനെ അവളെ മൈൻഡൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുളിക്കുമ്പോൾ അമ്മേ തോർത്ത് എന്ന് പറയുമ്പോൾ അവളായിരുന്നു എനിക്ക് തോർത്ത് കൊണ്ട് തരത്ത്. എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു തരും, എനിക്ക് ഫുഡാക്കി തരും. ഞാൻ എവിടെയെങ്കിലും കളിച്ച് കഴിഞ്ഞ്, അതായത് ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നെങ്കിൽ എനിക്ക് വേഗം തന്നെ തണുത്ത വെള്ളം, ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നാൽ എനിക്ക് ജ്യൂസ്, വീട്ടിൽ ആരില്ലാത്ത ടൈം എൻ്റെ തല മസാജും ഒക്കെ തന്നെ അവൾ ചെയ്തു തരും. ഞാൻ ഇങ്ങനെ വേണ്ട വീട് എന്നൊക്കെ നമുക്ക് ഓവർ ഇങ്ങനെ വെറുപ്പ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഒരു പെണ്ണല്ലേ, അവൾക്കൊരു മനസ്സില്ലേ. പക്ഷെ ഞാൻ കഴിയുന്നതും അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ എന്നോട് മുടിഞ്ഞ പ്രേമവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗേൾസ് അധികം അഡിക്റ്റ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോയ്സ് തിരിഞ്ഞു നോക്കത്തില്ല. ബോയ്സ് കുറച്ച് സ്റ്റാൻഡേർഡും കുറച്ച് സിഗ്മയൊക്കെ ഇട്ട് അവരെ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിലേ ഗേൾസ് ബോയ്സിന്റെ കാലിൻ്റെ അടിയിൽ വരും. നേരെ മറിച്ച് ഓരോ പെൺകുട്ടികളെ കാണുമ്പോൾ വിസിലടിച്ച്, ഡി എന്താ ഫുഡ് കഴിച്ചോ, നിനക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എൻ്റെ നമ്പർ ഇതാ, വിളിക്കണേ എന്നൊക്കെ പറയുന്ന ബോയ്സിന് ഒരു ഗേൾസിന് വില ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവരെ മൈൻഡ് ചെയ്യാതെ ഒരുത്തിന് അവരുടെ മുന്നിലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, പൊന്നു മക്കളെ, പെൺകുട്ടികൾക്ക് അതാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. ഇവൾക്ക് എന്നെ ജീവനായിരുന്നു. എന്നെ എല്ലാവർക്കും വലിയ മതിപ്പായിരുന്നു. അതിന്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ പെണ്ണുങ്ങളെ കണ്ട അങ്ങനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഒരു സിഗ്മ ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ എൻ്റെ പിറകെ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. കാരണം അവർക്കറിയാം, ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്നത് തരം കാറായിരുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് വേറെ, എൻ്റെ ലുക്ക് വേറെ, എൻ്റെ സ്റ്റാൻഡേർഡ് വേറെ, ഒക്കെ തന്നെ വേറെ ആയിരുന്നു. കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ലുക്കായിരുന്നു. ആര് കണ്ടാലും വീഴുന്ന രീതിയിലായിരുന്നു എൻ്റെ ഇതെന്ന് പറയുന്നത്. ഞാൻ ഈ പുറമെ എന്തൊക്കെയോ നടിച്ച് നടക്കുന്നെങ്കിലും എനിക്കുള്ളിൽ വലിയ സന്തോഷമായിരുന്നു. അതായത് ഇവരൊക്കെ എൻ്റെ പിറകെ വരുന്നതും എനിക്കിങ്ങനെ ഫാൻസും, ഇതൊക്കെ എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എൻ്റെ ഒരു ദിവസം തന്നെ ഇവരൊക്കെ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരുന്നു. ഞാനാണെങ്കിൽ എന്താന്ന് വെച്ചാല്, പുറമെ എനിക്ക് ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്ത പോലെ കളിക്കുമെങ്കിലും എനിക്കുള്ളിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ഇവരെന്റെ പുറകെ വരണം, അതിനു വേണ്ടി ആ കഴിയുന്നതും ഷോ ആക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഏട്ടന്
ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി, വീട്ടുകാർക്ക് ഇഷ്ടമായി. കാരണം അവൾ അത്യാവശ്യം കൊള്ളാം, പക്ഷെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ പറയണ്ട, അമ്മാതി ലുക്കായിരുന്നു. നല്ല സ്ട്രെയിറ്റ് ഹെയറും നല്ല പൂച്ചക്കണ്ണും നല്ല പീരികവും ഐലാഷും ഒക്കെയുള്ള നല്ല ഹൈറ്റും നല്ല നിറവുള്ള ഒരു പെൺകുട്ടി. എനിക്ക് ഞെട്ടിപ്പോയി, ഇവൻ ഇതെങ്ങനെ ഈ പെൺകുട്ടിയെ കിട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി ഇവള് കല്യാണം കഴിഞ്ഞത് വേറെ എന്തിനല്ല, ഇവൾ അത്യാവശ്യം പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. നമ്മുടെ പൈസയും ക്യാഷും ഒക്കെ കണ്ടിട്ടായിരുന്നു ഇവള് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്റെ അമ്മായിയമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉഗ്രനാണ്, അടിപൊളിയാണ് എന്നൊക്കെയാണ് എന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ. എന്റെ ഫ്രണ്ട്സിന് എന്റെ എല്ലാ ക്യാരക്ടറും അറിയാം, ഞാൻ എല്ലാം പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവന് ഞാൻ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു, ഡി അല്ല ഡാ, നിനക്ക് ഇവളെ അറിയില്ലേ? ചോദിച്ചു, എന്താ എനിക്ക് ഇവളെ അറിയില്ല, ഇവളാരാ? അപ്പൊ പറഞ്ഞു, ഡാ ഇവളാ മറ്റവള്. ഞാൻ ചെയ്ത് ആ ഞാൻ കാണാൻ വേണ്ടി ഇവൾ എന്തൊക്കെ പ്രകടനം ചെയ്യുന്നു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. എവിടെയെങ്കിലും ടൗണിൽ പോകുമ്പോൾ ഇവൾ അവളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ടൈമിൽ ഇവൾ എന്നോട് പറയും, പറയുമ്പോൾ എനിക്ക് ടൗണിൽ പോകാനുണ്ടായിരുന്നു, എന്നെ ഒന്ന് കൊണ്ടാക്കുവോ എന്നൊക്കെ പറയും. എൻ്റെ കാറിൽ എൻ്റെ കൂടെ ഇരുന്ന് പോകാനുള്ള ട്രിക്കായിരുന്നു ഇവൾക്ക്. പക്ഷേ എനിക്കത് മനസ്സിലായി, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറയും, എന്നാൽ വേഗം റെഡിയാകും, എനിക്ക് വേറെ പോകാനുണ്ട്. അങ്ങനെ വേഗം തന്നെ ഞാൻ റെഡിയാവും. ഇല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ പറയും, നിനക്ക് എന്തിനാണ് ഇവളോട് ഇത്ര ശത്രുത? ഇവൾ വേഗം തന്നെ ഏട്ടനോട് പറയും, അതായത് നിന്റെ അനിയൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നോട് എന്തോ ശത്രുത ഉള്ളത് പോലെ. അപ്പൊ എനിക്കും എന്തൊക്കെയോ പോലെ, ഇവളെന്തിനാ ഇതൊക്കെ ഏട്ടനോട് പറയുന്നത്? അതുകൊണ്ട് ഞാൻ സ്നേഹം അഭിനയിക്കും, ഉള്ളിൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ സ്നേഹം അഭിനയിക്കും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ എന്തോ പറഞ്ഞപ്പോ വീട്ടിൽ ആരില്ലാത്ത ടൈം അവൾ എനിക്ക് ജ്യൂസ് തന്നു. എന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ ആ ജ്യൂസ് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. അപ്പോ അവള് അവിടെ നിന്ന് ഇരുന്ന് കരഞ്ഞു. അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ഞാൻ വേഗം തന്നെ അവളുടെ അരികിലോട്ട് ഇരുന്ന് അവളുടെ ഷോൾഡറിൽ തടവി, സോറി, അറിയാണ്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾ എന്നെ കരഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ എനിക്ക് ഇന്നവരില്ലാത്ത ഒരു ഫീലിങ്സ് എനിക്ക് അവളോട് തോന്നി. അതായത് ഈ പാവം പെണ്ണ് എൻ്റെ കൂടെ എത്ര, അതായത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്, ഞാൻ ചിന്തിക്കുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമെങ്കിൽ അതെനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥ. ആരും എന്ത് പറഞ്ഞാലും എനിക്ക് ഇവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ള മനസ്സ്, എൻ്റെ മനസ്സിന്റെ ഈ തീരുമാനം ഉറച്ചു നിൽപ്പുണ്ടായിരുന്നു. അതായത് ഇനി ആരെന്ത് പറഞ്ഞാലും ഇവളാണ് എൻ്റെ പെണ്ണ് എന്നുള്ള രീതിയിൽ പോലും എനിക്ക് അവളോട് ആ സമയത്തൊന്ന് പെട്ടെന്ന് ഇഷ്ടം വന്നു. ഞാൻ അവളുടെ കണ്ണുനീരൊക്കെ തുടച്ചു, നെറ്റിക്കൊരു കൊടുത്തു. അങ്ങനെ അവള് എൻ്റെ പിടി അളക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിടിയൊക്കെ ഇളക്കി. പിന്നീട് എനിക്ക് ഇവളോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. അവളുടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പുറത്ത് നിന്നും അവൾക്ക് മെസ്സേജ് അയക്കാനും, അങ്ങനെ നമ്മൾ രണ്ടുപേരും നല്ല അഡിക്റ്റായി. അതായത് രാത്രി അവൾ എൻ്റെ റൂമിലോട്ടേക്ക് ആരും കാണാതെ വരുന്നതും ഒക്കെ തന്നെ ഒരു ശീലമായി മാറി. പിന്നെ എന്താണ് അവിടെ, പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്ത ടൈം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയണ്ടല്ലോ. പിന്നെ എൻ്റെ ഏട്ടൻ്റെ കാര്യം, എൻ്റെ ഏട്ടൻ അറിയുന്നത് എപ്പോഴും വേറെ പെൺകുട്ടികളുടെ പുറകെയായിരുന്നു. അതായത് ക്യാഷും കൊടുത്തും കള്ളും കുടിച്ചും ഒക്കെ നടക്കുന്നവനായിരുന്നു. എൻ്റെ വീട്ടിലുള്ള പകുതി പൈസയും ഇവനായിരുന്നു കൊണ്ടുപോയി കളയാറുണ്ടായിരുന്നത്. പക്ഷെ ഇവളിപ്പോ എൻ്റെ ഏട്ടനെയും നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങി. കാരണം ഇവൾക്ക് ഒരു ഉറപ്പായി ഞാൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ ഏട്ടനെ നന്നാക്കാനും ഒക്കെ തന്നെ ഇവള് ചെയ്തു. എൻ്റെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനായിരുന്നു ഏട്ടൻ്റെ പകരം അവളുടെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നത്. അത് അവൾക്ക് വലിയ സന്തോഷം, എനിക്ക് 10 സന്തോഷവും. ഞാൻ അവളെ നന്നാക്കി, അവളുടെ എൻ്റെ പെണ്ണാക്കി മാറ്റി. അതായത് എന്നെക്കാട്ടി 4-5 വയസ്സ് മൂത്തതാണെങ്കിലും എനിക്ക് ഇവളെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഏട്ടൻ കൊടുക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള സന്തോഷവും ഞാൻ ഇവൾക്ക് പല രീതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാനിപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെക്കൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ട് എനിക്ക് വോയിസ് ഇട്ടു. എന്നെ മാഡം എന്നൊക്കെയായിരുന്നു വിളിച്ചത്. അതായത് മാഡം ഞാൻ ഈ പേ ചെയ്യാം അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാ പേ ചെയ്യും, എനിക്ക് ഈ വാട്സപ്പിൽ കുറേ സമയം നിൽക്കാൻ പറ്റത്തില്ല, കാരണം കോൾ വന്നുകൊണ്ടിരിക്കും. ഇയാൾ പേ ചെയ്താൽ ഞാൻ ആ സ്പോട്ടിൽ വേറെ നമ്പർ തരാം, എന്നിട്ട് അതിലാണ് ഇനി മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് കഥകളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, ഓക്കെ പറഞ്ഞു തരാം, ആദ്യം ഇയാളൊന്ന് പേ ചെയ്യും, എന്നിട്ട് വേണം എനിക്ക് ഈ വാട്സപ്പിൽ നിന്ന് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇയാൾ കുറേ സമയം ഓൺലൈനിലുണ്ട്. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ മാത്രം റിപ്ലൈ, പിന്നെ അദ്ദേഹം ഓൺലൈനിൽ തന്നെയായിരുന്നു. എന്നിട്ട് ഇയാൾ പേ ചെയ്യുന്നില്ല എന്ന് ഉറപ്പായ ആ സമയത്ത് ഞാൻ വാട്സപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നീട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ കയറിയപ്പോൾ അയാൾ മെസ്സേജ്, അപ്പോൾ നീ വാട്സപ്പിൽ നിന്ന് നെറ്റ് ഓഫ് ആക്കി പോവല്ലേ ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞു, അതിന് ഇയാൾ പേ ചെയ്തില്ലല്ലോ. ഞാൻ നിന്നെ പരീക്ഷിച്ചതാ, നീ പേ ചെയ്യുന്നുണ്ടോ അതോ മുങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയല്ലേ. എന്തൊക്കെയാ ഇവൻ
ആരൊക്കെ എന്തൊക്കെയാ ഞാൻ പറയേണ്ടത്. പിന്നെ വേറൊരു സംഭവമുണ്ട്. എന്താന്ന് വെച്ചാല് ചില ടൈമിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തതൊന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, രണ്ട് സുഹൃത്തുക്കൾ, ഇപ്പൊ 4 ആൾക്കാരുണ്ടാവും. അതിൽ ഒരാൾ പേ ചെയ്ത് 4 ആൾക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ച് അവർ നാല് പേര് എനിക്ക് മെസ്സേജ് അയക്കും, നമ്മളിവിടെ പേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടായില്ല, പക്ഷെ ഇവർ പറയും ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല. ഇന്ന് അനുരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ പേ ചെയ്തിട്ട് ഒരു 4-5 സ്ക്രീൻഷോട്ട് എനിക്ക് വേറെ നമ്പറിൽ നിന്ന് അയച്ച് ഗ്രൂപ്പിൽ ആഡ് ചേച്ചി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന പറഞ്ഞിട്ട്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഇതിന്റെ പേരിൽ വലിയ കഷ്ടപ്പാടുകളുണ്ട്. അത് പറഞ്ഞ മെസ്സേജ് അയക്കുന്നവർ മാത്രമേ മെസ്സേജ് അയച്ചാൽ മതി. അല്ലാണ്ട് വല്ലവന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന ഒരിക്കലും പറയരുത്. അത് വലിയ പറ്റിക്കലാണ്. അപ്പൊ ഇന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ കുറെ പേരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഗാലറി നോക്കുമ്പോൾ ഈ ഗാലറിയിൽ സ്ക്രീൻഷോട്ട് 4 അനുരാഗ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഏത് നമ്പറിൽ നിന്നാണ് വന്നത്. ഒരേ സ്ക്രീൻഷോട്ട് ഏപ്രിൽ 15 അയച്ച സ്ക്രീൻഷോട്ടാണ് എനിക്ക് ഇപ്പോഴും അയക്കുന്നത്. ഇനി ആ സ്പോട്ടിൽ അയക്കുന്ന സ്ക്രീൻഷോട്ടുകൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യും. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ അടിപൊളി കിണ്ണങ്ങച്ച കഥകളും വീഡിയോസും ഫോട്ടോസും ഗേൾസ് ചാറ്റിങ്ങും ഒക്കെ തന്നെ ഉള്ളതായിരിക്കും. അപ്പൊ രാത്രി അടിപൊളി സുഖിച്ചുറങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വാട്സപ്പിൽ ആരൊക്കെയോ യൂട്യൂബിലുള്ള വീഡിയോസ്, അതായത് ഇദ്ദേഹം സത്തു, ഇദ്ദേഹം ഇതായി, പിന്നെ പല്ലി വീട്ടിൽ വരുന്ന ടൈം എങ്ങനെയാണ് ഇതാക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് മയിലിനെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ സമ്പന്നനാവാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലുള്ള വീഡിയോസ് മാത്രം ഇടുന്നവരെ ഞാൻ എന്തായാലും ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം മെസ്സേജ് അയക്കുക. വെറുതെ ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചാൽ ആർക്കും ഞാൻ റിപ്ലൈ തരുന്നതല്ല. അപ്പോൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്പറിൽ മെസ്സേജ് അയക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.